Hello friends, welcome to 90 plus my tuition app. Chemistry chapter 3 ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും that is reactivity series and electrochemistryയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് സിമ്പിളായി കവർ ചെയ്യാൻ സാധിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ടോപ്പിക് ഇസ് റിയാക്ടിവിറ്റി അഥവാ ക്രിയാശീലം. ഈ ഒരു ടോപ്പിക്കിൽ ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി സീരീസ്, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എ ഫ്രഷ് പീസ് ഓഫ് മഗ്നീഷ്യം റിബൺ ലൂസസ് ഇറ്റ്സ് ലസ്റ്റർ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ്. പുതിയ മഗ്നീഷ്യം റിബണിൻ്റെ തിളക്കം കുറച്ചു കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു. ഏത് സംയുക്തത്തിൻ്റെ രൂപീകരണമാണ് ഇതിന് കാരണമാകുന്നത് എന്ന് കണ്ടെത്താനാണ് ചോദ്യം. വി നോ ദാറ്റ് മഗ്നീഷ്യം എയറുമായി റിയാക്ട് ചെയ്ത് ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 2Mg plus O2 gives 2MgO. ദാറ്റ് ഇസ് മഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് മഗ്നീഷ്യം ഓക്സൈഡ്. മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Metal rods dipped in some solutions in test tubes A, B, C and D are given. In which of the given test tubes displacement of metals will take place? 4 ടെസ്റ്റ് ട്യൂബ്സിൽ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. മെറ്റൽ റോഡ്സും ഇമേഴ്സ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്ന ടെസ്റ്റ് ട്യൂബ്സ് കണ്ടെത്താനാണ് ചോദ്യം. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ ആദ്യം റിയാക്ടിവിറ്റി സീരീസ് എന്താണെന്ന് നോക്കാം. ഡിഫറെൻറ്റ് മെറ്റൽസിനെ അവയുടെ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീരീസ് ആണ് റിയാക്ടിവിറ്റി സീരീസ്. ഇറ്റ് ഈസ് ഗിവൺ ഹിയർ. ഈ സീരീസിൽ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അവയുടെ സോൾട്ട് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ആദേശം ചെയ്യാൻ സാധിക്കും. സോ this type of reaction is known as displacement reactions. ഹയർ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിന് ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. സോ ദേ ആക്ട് as റെഡ്യൂസിങ് ഏജൻസ്. സിമിലർലി ലോവർ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിന് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. സോ ദേ ആക്ട് as ഓക്സിഡൈസിങ് ഏജൻസ്. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്താം. ആദ്യം ടെസ്റ്റ് ട്യൂബ് എ കൺസിഡർ ചെയ്യാം. In test tube A, iron is dipped in copper sulfate solution. From the reactivity series, it is clear that the reactivity of iron is greater than that of copper. That means iron in a copper in the solution, that is copper sulfate solution il ninnum Cu2 plus ions ine displace cheyan sadhikkum. That is displacement occurs. As a result, സൊല്യൂഷനിലുള്ള Cu2 പ്ലസ് അയോൺസ് കോപ്പർ ആറ്റമായി അയണിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സോ ദ റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് Fe പ്ലസ് CuSO4 ഗീവ്സ് FeSO4 പ്ലസ് Cu. ഇനി ടെസ്റ്റ് ട്യൂബ് ബി കൺസിഡർ ചെയ്യാം. ഇൻ ടെസ്റ്റ് ട്യൂബ് ബി, കോപ്പർ ഈസ് ഡിപ്ഡ് ഇൻ FeSO4 സൊല്യൂഷൻ. വി നോ ദാറ്റ് കോപ്പറിൻ്റെ റിയാക്ടിവിറ്റി അയണിനേക്കാളും കുറവാണ്. സോ കോപ്പറിന് FeSO4 സൊല്യൂഷനിൽ നിന്നും അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. സോ നോ ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്കേഴ്സ്. ഇനി തേർഡ് ടെസ്റ്റ് ട്യൂബ് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ടെസ്റ്റ് ട്യൂബ് സി. ഇൻ ടെസ്റ്റ് ട്യൂബ് സി, കോപ്പർ ഇസ് ഇമേഴ്സ്ഡ് ഇൻ AgNO3 സൊല്യൂഷൻ. ഫ്രം ദ റിയാക്ടിവിറ്റി സീരീസ്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ റിയാക്ടിവിറ്റി ഓഫ് കോപ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സിൽവർ. സോ കോപ്പറിന് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്നും Ag പ്ലസ് അയോൺസിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒക്കേഴ്സ്. ആസ് എ റിസൾട്ട് ദ സൊല്യൂഷൻ ടേൺസ് ബ്ലൂ. സൊല്യൂഷനിലുള്ള സിൽവർ അയോൺസിന് സിൽവർ ആറ്റമായി കോപ്പറിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 2AgNO3 പ്ലസ് Cu ഗീവ്സ് CuNO3 ട്വൈസ് പ്ലസ് 2Ag. ഇനി ടെസ്റ്റ് ട്യൂബ് ഡി കൺസിഡർ ചെയ്യാം. ഇൻ ടെസ്റ്റ് ട്യൂബ് ഡി, iron is dipped in FeSO4 solution. In this case,
അയൺ ഇതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനിലാണ് ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്. സോ നോ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒക്കേഴ്സ്. ഇനി ഈ 4 ടെസ്റ്റ് ട്യൂബ്സും കമ്പയർ ചെയ്യുമ്പോൾ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ടെസ്റ്റ് ട്യൂബ് എ ആൻഡ് ടെസ്റ്റ് ട്യൂബ് സിയിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ് നടക്കുന്നത്. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The order of reactivity of some elements are given. The A question is, which element loses its luster most easily on exposure to air? Write the chemical reaction taking place here. ചില എലമെൻസിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ തന്നിട്ടുണ്ട്. എയറിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ ഏറ്റവും പെട്ടെന്ന് തിളക്കം നഷ്ടപ്പെടുന്ന മെറ്റൽ കണ്ടെത്താനാണ് ചോദ്യം. കെമിക്കൽ റിയാക്ഷനും എഴുതണം. സോ ഫ്രം ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സോഡിയമാണ് ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ്. സോ സോഡിയം എയറിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡായി റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ദ റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് 4Na plus O2 gives 2Na2O. 2Na plus 2H2O gives 2NaOH plus H2. 2NaOH plus CO2 gives Na2CO3 plus H2O. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. Which is the element that cannot displace hydrogen from dilute HCl? തന്നിരിക്കുന്ന എലമെൻസിൽ ഡൈല്യൂട്ട് HClൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കാത്ത മെറ്റൽ കണ്ടെത്താനാണ് ചോദ്യം. വി ഓൾറെഡി ലേൺ ദാറ്റ് റിയാക്ടിവിറ്റി സീരീസിൽ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന് ഡൈല്യൂട്ട് HClൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന് ഡൈല്യൂട്ട് HClൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സീരീസിൽ ഹൈഡ്രജനേക്കാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ കോപ്പർ ആയതുകൊണ്ട് കോപ്പറിന് ഡൈല്യൂട്ട് HClൽ നിന്നും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സാധിക്കില്ല. സോ ദ ആൻസർ ഇസ് കോപ്പർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ. റിഡോക്സ് റിയാക്ഷനിലൂടെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ആദ്യം ഒരു ഗാൽവാനിക് സെൽ കൺസിഡർ ചെയ്യാം. ഈ ഗാൽവാനിക് സെല്ലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹയർ റിയാക്ടിവിറ്റിയുള്ള ഇലക്ട്രോഡാണ് ആനോഡ്. ആനോഡിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. സിമിലർലി ഗാൽവാനിക് സെല്ലിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ലോവർ റിയാക്ടിവിറ്റിയുള്ള ഇലക്ട്രോഡാണ് കാഥോഡ്. കാഥോഡിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ എ ക്വസ്റ്റ്യൻ ഇസ്, സം മെറ്റീരിയൽസ് ആർ ഗിവൺ ബിലോ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വൺസ് ടു കൺസ്ട്രക്ട് എ ഗാൽവാനിക് സെൽ ആൻഡ് ഡ്രോ ദ ഡയഗ്രാം ഓഫ് ദ സെൽ. ക്വസ്റ്റ്യനിൽ കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് ഒരു ഗാൽവാനിക് സെൽ കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി നോ ദാറ്റ് in order to construct a galvanic cell, we need 2 metal rods and ഈ metal rods immerse ചെയ്യാൻ ഇവയുടെ സോൾട്ട് സൊല്യൂഷനും ആവശ്യമാണ്. സോ ക്വസ്റ്റ്യനിൽ 3 മെറ്റൽ റോഡ്സും 3 സോൾട്ട് സൊല്യൂഷനും തന്നിട്ടുണ്ട്. ഇവയിൽ നിന്നും കോപ്പർ റോഡ്, മഗ്നീഷ്യം റോഡ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷൻ സെലക്ട് ചെയ്യാം. ഇനി കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലും മഗ്നീഷ്യം റോഡ് മഗ്നീഷ്യം സൾഫേറ്റ് സൊല്യൂഷനിലും ഇമേഴ്സ് ചെയ്യാം. വി നോ ദാറ്റ് ദ റിയാക്ടിവിറ്റി ഓഫ് മഗ്നീഷ്യം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കോപ്പർ. ദെൻ മഗ്നീഷ്യം ബിക്കംസ് ദ ആനോഡ് ആൻഡ് കോപ്പർ ബിക്കംസ് ദ കാഥോഡ്. ഗാൽവാനിക് സെല്ലിൽ ആനോഡ് ലെഫ്റ്റ് സൈഡിലും കാഥോഡ് റൈറ്റ് സൈഡിലും പ്ലേസ് ചെയ്യാം. ഇനി മെറ്റൽ റോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വോൾട്ട് മീറ്റർ യൂസ് ചെയ്യാം. സൊല്യൂഷൻസ് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇതാണ് മഗ്നീഷ്യം കോപ്പർ സെൽ. ഇങ്ങനെ ഗാൽവാനിക് സെൽ വളരെ സിമ്പിളായി കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. മൂവിംഗ് ഓൺ ടു ദ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ആനോഡ് ഓഫ് ദ സെൽ? ഈ സെല്ലിൻ്റെ ആനോഡ് കണ്ടെത്താനാണ് ചോദ്യം. വി നോ ദാറ്റ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന
ഹൈ റിയാക്ടിവിറ്റിയുള്ള ഇലക്ട്രോഡാണ് ആനോഡ്. സോ ദ ആൻസർ ഇസ് മഗ്നീഷ്യം. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് വിച്ച് മെറ്റൽ ഡസ് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്? ഓക്സീകരണം സംഭവിക്കുന്ന മെറ്റൽ കണ്ടെത്താനാണ് ചോദ്യം. വി നോ ദാറ്റ് ആനോഡിലാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. സോ ദ ആൻസർ ഇസ് മഗ്നീഷ്യം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് അറ്റ് വിച്ച് ഇലക്ട്രോഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ്? ഏത് മെറ്റലിലാണ് നിരോക്സീകരണം സംഭവിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. വി ഓൾറെഡി ലേൺ ദാറ്റ് കാഥോഡിലാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. കാഥോഡ് കോപ്പർ ആയതുകൊണ്ട് ദ ആൻസർ ഇസ് കോപ്പർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം വിച്ച് മെറ്റൽ ടു വിച്ച് മെറ്റൽ ഡു ഇലക്ട്രോൺസ് ഫ്ലോ? ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ കണ്ടെത്താനാണ് ചോദ്യം. വി നോ ദാറ്റ് ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് ഇലക്ട്രോൺ ഫ്ലോ സംഭവിക്കുന്നത്. സോ ദ ആൻസർ ഇസ് ദ ഇലക്ട്രോൺ ഫ്ലോസ് ഫ്രം മഗ്നീഷ്യം ടു കോപ്പർ. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഷോയിങ് റിഡോക്സ് റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദി സെൽ. ഈ സെല്ലിൽ സംഭവിക്കുന്ന റിഡോക്സ് റിയാക്ഷൻ റെപ്രസെന്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. വി ഓൾറെഡി ലേൺ ദാറ്റ് ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ഓക്സിഡേഷൻ ഇസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. സോ മഗ്നീഷ്യം 2 ഇലക്ട്രോൺ ലൂസ് ചെയ്ത് Mg2+ ആയി മാറുന്നു. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് Mg gives Mg2+ plus 2 ഇലക്ട്രോൺസ്. സിമിലർലി കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. റിഡക്ഷൻ ഇസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. സോ Cu2+ 2 ഇലക്ട്രോൺ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറുന്നു. ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് Cu2+ plus 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇനി ഓവറോൾ റിയാക്ഷൻ എഴുതാം. വിച്ച് ഇസ് ദ റിഡോക്സ് റിയാക്ഷൻ ഓഫ് ദിസ് സെൽ? ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് Mg plus Cu2+ gives Mg2+ plus Cu. Moving on to the next important topic, electrolytic cells, electrolysis and electroplating. ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് ഇലക്ട്രോലൈറ്റിക് സെൽസ് അഥവാ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. ഇനി ഒരു ഇലക്ട്രോലൈറ്റിക് സെൽ കൺസിഡർ ചെയ്യാം. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് സംഭവിക്കുന്നത്. എന്നാൽ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. The first question is, sodium chloride in solid state is not an electrical conductor, but molten sodium chloride can conduct electricity. Give reason. ഖരാവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡ് കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. എന്നാൽ ഉരുകിയ സോഡിയം ക്ലോറൈഡിന് കറണ്ട് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. റീസൺ കണ്ടെത്താനാണ് ചോദ്യം. വി നോ ദാറ്റ് ഇലക്ട്രോലൈറ്റ്സിലെ അയോൺസ് ആണ് കറണ്ടിനെ ക്യാരി ചെയ്യുന്നത്. സോളിഡ് NaClൽ അയോൺസിന് ഫ്രീ ആയി മൂവ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് അവ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. എന്നാൽ മോൾട്ടൺ NaClൽ അയോൺസിന് ഫ്രീ ആയി മൂവ് ചെയ്യാൻ സാധിക്കും. സോ ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് അറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl? ഉരുകിയ NaCl ഇലക്ട്രോളിസിസ് നടത്തിയാൽ ആനോഡിലും കാഥോഡിലും ലഭിക്കുന്ന പ്രൊഡക്ട്സ് കണ്ടെത്താനാണ് ചോദ്യം. വി നോ ദാറ്റ് മോൾട്ടൺ NaClൽ Na+ ആൻഡ് Cl- അയോൺസ് ആണുള്ളത്. ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് ഇലക്ട്രോലൈറ്റിലെ നെഗറ്റീവ് അയോൺസ് ആയ Cl- ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. സോ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. സിമിലർലി നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് പോസിറ്റീവ് അയോൺസ് ആയ Na+ അട്രാക്ട് ചെയ്യപ്പെടുന്നു. സോ കാഥോഡിൽ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് മോൾട്ടൺ NaCl ഇലക്ട്രോളിസിസ് നടത്തിയാൽ ആനോഡിൽ ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ സോഡിയവും പ്രൊഡക്ട്സ് ആയി ലഭിക്കുന്നു. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ aqueous solution of NaCl is subjected to electrolysis, what are the products obtained at each electrodes? NaCl ലായിനി ഇലക്ട്രോളിസിസ് നടത്തിയാൽ ആനോഡിലും കാഥോഡിലും ലഭിക്കുന്ന പ്രൊഡക്ട്സ് കണ്ടെത്താനാണ് ചോദ്യം. വി നോ ദാറ്റ് NaCl സൊല്യൂഷനിൽ
Na+ ആൻഡ് Cl- അയോൺസ് കൂടാതെ H2O, OH- ആൻഡ് H3O+ എന്നിവയും ഉണ്ടായിരിക്കും. സിൻസ് ആനോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് നെഗറ്റീവ് അയോൺസ് ആയ OH- ആൻഡ് Cl- അയോൺസ് ആനോഡിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി ക്ലോറിനാണ് കൂടുതൽ. സോ ആനോഡിൽ ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് പോസിറ്റീവ് അയോൺസ് ആയ H3O+ ആൻഡ് Na+ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ റിഡക്ഷൻ സംഭവിക്കാനുള്ള ടെൻഡൻസി H2O കൂടുതലായതുകൊണ്ട് കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇലക്ട്രോളിസിസ് നടത്തിയാൽ ആനോഡിൽ ക്ലോറിൻ ഗ്യാസും കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ലഭിക്കുന്നു. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Electroplating is one of the practical utility of electrolysis. Copper can be coated on iron bangle using this process. ഇലക്ട്രോളിസിസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ആണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോളിസിസ് വഴി ഒരു മെറ്റലിന് മുകളിൽ മറ്റൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഈ മെത്തേഡ് യൂസ് ചെയ്ത് അയൺ ബാങ്കിളിന് മുകളിൽ കോപ്പർ കോട്ട് ചെയ്യാൻ സാധിക്കും. ഇനി എ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി? ഇലക്ട്രോപ്ലേറ്റിംഗിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന മെറ്റൽ കണ്ടെത്താനാണ് ചോദ്യം. വി ഓൾറെഡി ലേൺ ദാറ്റ് ഇലക്ട്രോപ്ലേറ്റിംഗിൽ കോട്ട് ചെയ്യേണ്ട വസ്തു നെഗറ്റീവ് ടെർമിനലിലേക്കും പൂശേണ്ട മെറ്റൽ പോസിറ്റീവ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇൻ ദിസ് കേസ് അയൺ ബാങ്കിളിന് മുകളിൽ കോപ്പർ ആണ് കോട്ട് ചെയ്യേണ്ടത്. സോ അയൺ ബാങ്കിൾ ആണ് നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഹിയർ? ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് കണ്ടെത്താനാണ് ചോദ്യം. വി ഓൾറെഡി ലേൺ ദാറ്റ് ആവരണം ചെയ്യപ്പെടേണ്ട മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് കേസ് കോപ്പറിൻ്റെ സോൾട്ട് സൊല്യൂഷനായ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നത്. സോ ദ ആൻസർ ഇസ് കോപ്പർ സൾഫേറ്റ്. മൂവിംഗ് ഓൺ ടു ദ സി ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ എനി അതർ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസിൻ്റെ മറ്റ് ആപ്ലിക്കേഷൻസ് കണ്ടെത്താനാണ് ചോദ്യം. സോ വി നോ ദാറ്റ് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും നിർമ്മാണത്തിന് ഇലക്ട്രോളിസിസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിനും ഇലക്ട്രോളിസിസ് ഉപയോഗിക്കുന്നു. ഇതുവരെ ഈ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്സാമിന് ഹൈ മാർക്ക് സ്കോർ ചെയ്യാൻ ഈ സെഷൻ തീർച്ചയായും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം.